സിബി മലയിൽ അങ്ങനെ ഒരാളിനെ കുറിച്ച് ചോദിച്ചാൽ മലയാളത്തിലെ കാഴ്ചയുള്ളവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സിബി മലയിൽ ആരാണ് എന്ന് അപ്പം തന്നെ പറയും, ഓർക്കും. കരയാനും ചിരിക്കാനും ആഘോഷിക്കാനും മലയാള സിനിമയിൽ ഇത്രമേൽ അടയാളപ്പെടുത്തിപ്പോയ, വലിയ അപഖ്യാതികളോ അപവാദങ്ങളോ കേൾപ്പിച്ചിട്ടില്ലാത്ത വളരെ മാന്യനായ ഒരു സംവിധായകനാണ് സിബി മലയിൽ. നമ്മൾ കേട്ടിട്ടുള്ള സിബി മലയിൽ. ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് 1956 മെയ് 2-നാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരാൾ വിമർശിച്ചു എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു. ആ വിമർശിച്ചത് ജന്തർ മന്ദറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിനാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ അഭ്രപാളികളിൽ കാണുന്നവർ പലരും പുറത്തേക്കിറങ്ങിയാൽ അതിൻ്റെ അഭ്രാംശം അല്പം പോലും ഇല്ലാത്ത ഒരുതരം ആളുകളാണെന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോഴും കൂതറകളായി പോകുന്ന ഒരു നിലവാരം അത്യാപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. സിബി മലയിലിനെ വിമർശിച്ച ആളിൻ്റെ പേര് പേളിമാണി എന്നാണ്. ഈ പേളിമാണി ആരാണെന്ന് ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോൾ ഉച്ച മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഒരാൾ തപ്പിത്തന്നത്. അവരവതാരികയാണ്, പിന്നെ വേറെ ഏതാണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പരാമർശം നടത്തിയിരിക്കുന്നു. അവർ ജനിച്ചത് 1989-ലാണ്. ഈ 1989-ൽ പേളിമാണി ജനിക്കുമ്പോൾ സിബി മലയിൽ ഈ പണി തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുത്താരംകുന്ന് PO പുറത്തു വരുന്നത് 1985-ലാണ്. അപ്പോൾ പേളിമാണി ജനിച്ചിട്ടില്ല. പേളിമാണി ജനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും പേളിമാണിയും സിബി മലയിലും തമ്മിൽ നമുക്ക് സാധാരണ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു അകലമുണ്ടല്ലോ. ആ താരതമ്യം ചെയ്യാൻ കഴിയുന്ന അകലത്തിനും അപ്പുറത്താണ്. പേളിമാണിക്ക് നിലപാടെടുക്കാം, സിബി മലയിലിനും നിലപാടെടുക്കാം, സന്തോഷ് പണ്ഡിറ്റിനും നിലപാടെടുക്കാം. അതിനോടൊക്കെ യോജിക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ പരാജയപ്പെട്ട ഒരു സംവിധായകൻ എന്ന നിലയിലൊക്കെ സിബി മലയിലിനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരല്പം നാണം, ലജ്ജ ഇതൊക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഈ സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനെ കേൾക്കുമ്പോൾ ഈ പേളിമാണിയെപ്പോലെയുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ നീർക്കുമിളകൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതിയല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വ്യക്തിപരമായി അദ്ദേഹമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടല്ല. മലയാള സിനിമയിലെ ക്ലാസിക് എവർഗ്രീനുകൾ എന്ന് എപ്പോഴും അറിയപ്പെടുന്ന കിരീടം, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, തനിയാവർത്തനം, ദശരഥം തുടങ്ങിയ ചിത്രങ്ങൾ ഈ സിബി മലയിലിൻ്റെ സ്വന്തമാണ്. ഇതിനെ എവർഗ്രീൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എപ്പോഴും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മലയാളികൾ അത് കാണാതെ, അത് ഓർക്കാതെ കടന്നു പോയിട്ടില്ല. ഇപ്പോഴും കിരീടം രണ്ടാമതൊക്കെ റിലീസ് ചെയ്യുമ്പോഴും അതിലെ കഥാപാത്രങ്ങൾ പോലും മാധ്യമങ്ങളിൽ ചർച്ചയാണ്. അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങളെ ചേർത്ത് വെച്ച, ഒരുപാട് ഹിറ്റ് താരങ്ങളെ വെച്ച് ഹിറ്റാക്കിയ സംവിധായകന്മാരുണ്ട്. പക്ഷേ സ്വന്തം കഥാപാത്രങ്ങളിലൂടെ ഈ താരങ്ങളെ തന്നെ ഹിറ്റാക്കിയ, എന്നാൽ അതിന് വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കാത്ത ആളാണ് സിബി മലയിൽ എന്ന് പറയുന്ന ആൾ. ഇനി കണ്ണ് നനയിച്ച കഥകൾ സംവിധാനം ചെയ്ത ആളാണ് സിബി മലയിൽ. ആകാശദൂത് മലയാളിക്ക് മറക്കാൻ കഴിയുമോ? തിയേറ്ററുകൾ ഒന്നാകെ കരഞ്ഞതാണ്. ഇപ്പോഴും അതിലെ ഒരു ഗാനം കേട്ടാൽ പോലും മലയാളികളുടെ കണ്ണ് നിറഞ്ഞു പോകും. ചെങ്കോൽ, സാന്ത്വനം അടക്കമുള്ള മലയാളികൾ കരഞ്ഞുപോയ, മലയാളിയെ കരയിക്കുക, ചിരിപ്പിക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ അങ്ങനെ അത്തരം സിനിമകൾ നിർമ്മിച്ച ആളും സിബി മലയിലാണ്. പിന്നെ ജനപ്രിയ എൻ്റർടൈൻമെൻറ്റുകളെന്ന് പറയാവുന്ന സമ്മർ ഇൻ ബെത്ലഹേം, ഓഗസ്റ്റ് 1, ഉസ്താദ്, പ്രണയവർണ്ണങ്ങൾ, ഇഷ്ടം തുടങ്ങിയ സിനിമകൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എവർഗ്രീൻ ഉണ്ട്, സങ്കടം പെരുമഴ പെയ്യിച്ച സിനിമകളുണ്ട്, എൻ്റർടൈനറായിട്ടുള്ള സിനിമകളുണ്ട്. ഈ സിനിമകളെല്ലാം നിർമ്മിച്ച സംവിധായകൻ്റെ പേരാണ് സിബി മലയിൽ. ആ സിബി മലയിലിൻ്റെ പുറത്താണ് അതിലേക്ക് എറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സംഗതി കുറച്ച് അയോഗ്യമാണ്, അനാവശ്യമാണ്, അനവസരത്തിലുള്ളതാണ്, അവസാനിപ്പിക്കേണ്ടതാണ്. അത്രമാത്രം പറയുന്നു.